കേരളം ഈ ബിസിനസ്സിന് പറ്റിയ ഒരു ഇടമാണോ? തീർച്ചയായിട്ടും അതിനൊരിക്കലും ഒരു മോശം പറയാൻ സാധിക്കില്ല. കാരണം നമ്മളൊരു ബിസിനസ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ബിസിനസ്. അതിന് നമുക്ക് പഴയ കാലഘട്ടത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ച, അതുപോലെ ഓൺലൈൻ ചാനലുകളുടെ വളർച്ച, അല്ലെങ്കിൽ തന്നെ വ്ളോഗേഴ്സിൻ്റെ വളർച്ച എന്നൊക്കെ പറയുന്നത് മറ്റുള്ള ചില ആൾക്കാരുടെ ആധിപത്യത്തെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും ഒരു ഓപ്ഷൻ വന്നു. പണ്ട് ഒരു വശത്ത് മാത്രം ആധിപത്യമുള്ളൂ, പേടിക്കേണ്ടതുണ്ടായിരുന്നു. ഇനി ഞാൻ വന്നിട്ടൊരു ഇതിപ്പോ വീഡിയോ ആരുടെയും കുത്തകയല്ല ഒന്നും. ഞാൻ വന്നൊരു വീഡിയോ പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് പഴയ അവസ്ഥയൊന്നുമില്ല. നമുക്കൊന്നൊരു മന്ത്രിയെ വിമർശിക്കാം, ഇന്നൊരു മുഖ്യമന്ത്രിയെ വിമർശിക്കാം, അല്ലേ? അത് ജനങ്ങൾ ഏറ്റെടുത്താൽ അത് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ്റും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ള ഒരുപാട് തലമുറകൾ വന്നിട്ടുണ്ട്. പല സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോശമെന്നൊന്നും പറയാനില്ല. ചില വ്യക്തിവൈരാഗ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അത് നമുക്ക് മനുഷ്യന്മാർ തന്നെയാണല്ലോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇൻസിഡൻ്റ് ആകുമ്പോൾ ഒരാളില്ലെങ്കിൽ അതിനൊക്കെ വലിയൊരാൾ നമുക്ക് സഹായിക്കാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ സമീപനമല്ലേ.